أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن المحيض قل هو أذى فاغتسلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാവങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ റമദാനിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വയസ്അലൂനക അനിൽ മഹീദ്. നബിയെ, ആർത്തവത്തെ സംബന്ധിച്ച്, സ്ത്രീകൾക്കുണ്ടാകുന്നതാണ് ആർത്തവം, ആർത്തവത്തെ സംബന്ധിച്ച് താങ്കളോട് അവർ ചോദിക്കും. താങ്കൾ അവർക്ക് മറുപടി പറയണം. ഖുൽ ഹുവ അദൻ, അതൊരു മാലിന്യമാണ് എന്ന് പറയണം. ആർത്തവം ഒരു മാലിന്യമാണ്. ആ സമയത്ത് ഫഅ്തസിലു നിസാഅ ഫിൽ മഹീദ്, ആർത്തവ സമയത്ത് സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കാൻ കൽപ്പിക്കണം. ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യഹൂദികളായ ആളുകൾ അവരുടെ സ്ത്രീകൾ ഹൈദുകാരികളായാൽ, ആർത്തവകാരികളായാൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ അവരുമായി കിടക്ക പങ്കിടുകയോ അവരുടെ വീട്ടിൽ താമസിപ്പിക്കുകയോ ചെയ്യുമായിരുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും താമസിപ്പിക്കുകയും അവരുമായി യാതൊരു വിധമായ സമ്പർക്കവും ഉണ്ടാകുമായിരുന്നില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സഹാബാക്കൾ ഈ വിവരം പറഞ്ഞു. നബിയെ, ഇങ്ങനെയാണ് യഹൂദികൾ ആർത്തവ സമയത്ത് അവരുടെ സ്ത്രീകളോടുള്ള സമീപനം. കാരണം ഒരു തൊട്ടുകൂടായ്മ ആ സമയത്ത് സ്ത്രീകളോട് അവർ വെച്ചു പുലർത്തിയിരുന്നു. അവര് മാത്രമല്ല, പ്രാചീന ഇന്ത്യയിലും പ്രത്യേകിച്ച് ബ്രാഹ്മണ ഹൈന്ദവ സംസ്കാരങ്ങളിലും ഇന്നും അവരത്തരം സമീപനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് ഹൈലായി കഴിഞ്ഞാൽ അഥവാ ആർത്തവമായി കഴിഞ്ഞാൽ അവര് തീണ്ടലാണ് എന്ന് വിചാരിക്കുകയും അവരെ വീട്ടിൽ നിന്ന് മാറ്റി വേറൊരു ഭാഗത്ത് താമസിപ്പിക്കുകയും വലിയ അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ പിന്നിൽ അവര് കാണുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അവര് കിണറിന്റെ അടുക്കൽ പോകാൻ പാടില്ല, അവര് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല, അവര് ഏതെങ്കിലും കായ്കനികൾ പറിച്ചെടുക്കാൻ പാടില്ല, കൃഷിയിടങ്ങളിൽ അവർ പ്രവേശിക്കാൻ പാടില്ല, വിളകളിൽ അവർ തൊടാൻ പാടില്ല.
ഇങ്ങനെ ഒരുപാട് ഐക്യം കൽപ്പിക്കപ്പെട്ടിരുന്നു. ഇന്നും ഇതര സമൂഹത്തിന്റെ ഇടയിൽ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോ ആർത്തവത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അള്ളാഹ് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സഹാബാക്കൾ ഈ വിഷയം ഉന്നയിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമിറക്കി. അഥവാ ആർത്തവത്തെ സംബന്ധിച്ച് നബിയെ താങ്കളോട് അവർ ചോദിക്കും. താങ്കൾ പറയണം അതൊരു മാലിന്യമാണ്, സ്ത്രീ സഹജമായി സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു മാലിന്യമാണ് ആ രക്തം എന്ന് പറയുന്ന ആർത്തവ രക്തം എന്ന് പറയപ്പെടുന്നത്. ആ സമയത്ത് ആർത്തവം ഉള്ള സമയത്ത് അവരിൽ നിന്ന് അകലം പാലിക്കാൻ പറയണം. വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന, അവര് ശുദ്ധിയാകുന്നത് വരെ അവരിലേക്ക് അടുക്കരുത് എന്ന് പറയണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്, അഥവാ ആർത്തവ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭാര്യമാരുമായി ഭാര്യ-ഭർത്തൃ ബന്ധം ഒഴിച്ച്, അഥവാ ശാരീരിക ബന്ധം ഒഴിച്ച്, നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ശാരീരിക ബന്ധം ഒഴിച്ച് ബാക്കി എല്ലാം അനുവദനീയമാണ്. അവരുമായി ഒരുമിച്ച് ശയിക്കലും ഒരു കിടക്കയിൽ കിടക്കലും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കലും അവരുമായി വർത്തമാനം പറയലും അവരുമായി ഇടപഴകലും ഇതെല്ലാം അനുവദനീയമാണ്. ഇല്ല നിക്കാഹ്, അഥവാ ശാരീരിക ബന്ധം ഒഴിച്ച്. അതവര് കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. ഈ വിവരം യഹൂദികളുടെ അടുക്കൽ അറിയിക്കപ്പെട്ടു. അപ്പോ അവര് പറഞ്ഞു, ഈ മനുഷ്യൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമാണല്ലോ ഇദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. ഈ വിവരം എത്തിപ്പെട്ടത് ഉസൈദ് ബിൻ ഹുദൈർ, ഉബാദ് ബിൻ ബിശ്ർ എന്ന് തുടങ്ങിയ രണ്ട് സഹാബാക്കൾ അടുക്കലാണ് ഈ വിഷയം എത്തിയത്. അവരുടെ ചെവിയിലാണ് ഇവരെത്തിയത്. അവർ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ യഹൂദികൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് അവരുമായി ശാരീരിക ബന്ധം ഏർപ്പെടാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ഫതഗയ്യറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ വനന്നാ അൻ ഖദ് വജദ അലൈഹിമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവരണമായി, കോപം കൊണ്ട് തുടുത്തു. ഈ രണ്ട് സഹാബികൾ പറയുകയാണ്, അടി ഇപ്പൊ വീഴുമെന്ന് വിചാരിച്ചു. നിബിധങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇപ്പൊ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപാകുലനായി, മുഖം വിവരണമായി. ആ ചോദ്യം, ഈ സമയത്ത് ഞങ്ങൾ അവരുമായി അഥവാ ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടട്ടെയോ എന്ന് ചോദിച്ചപ്പോഴാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. എല്ലാം പറയുക സാധ്യമല്ല. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഒരു പറ്റം സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ചെന്നു. അവർ ചെന്നത് അവരുടെ ഭാര്യമാരുമായിട്ടാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സലാം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അവരെ സ്വീകരിച്ചു. മർഹബൻ മർഹബൻ ഫഅദന ലഹു, അങ്ങനെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നി ഉരീദു അൻ അസ്അലകി അൻ ഷൈഇൻ വഅന അസ്തഹി, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ഞങ്ങൾ മനസ്സുകൊണ്ട് വല്ലാതെ ഉദ്ദേശിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് നാണമാണ്. സ്ത്രീയോട് എങ്ങനെയാ ചോദിക്കുക എന്നുള്ള ഒരു നാണം ഞങ്ങൾക്കുണ്ട്.
ലജ്ജ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ചോദിക്കാൻ വലിയ മടിയാണ് എന്ന് പറഞ്ഞു. ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇന്നമാ അന ഉമ്മുക്കി ഉമ്മുക വ അന്ത ഇബ്നി, ഞാൻ നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾ എൻ്റെ മകനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾ എൻ്റെ മകനാണ്. അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഉമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. നമ്മളൊക്കെ അവരുടെ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം. അപ്പോഴാണ് ചോദിച്ചത്, മാലി റജുലി മിൻ ഇംറഅതിഹി വഹിയ ഹായിദ്, ഒരു ഭർത്താവ് തന്റെ ഭാര്യ ഹൈദുകാരിയായിരിക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തുറന്നു ചോദിച്ചു ആയിഷ റളിയല്ലാഹു തആല. ആയിഷ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞു, ഫഖാലത് ലഹു കുല്ലു ഷൈഇൻ ഇല്ലാ ഫർജഹ, എല്ലാം അനുവദനീയമാണ്, അവരുമായി ശാരീരിക ബന്ധം ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ഹൈളുകാരിയായിരിക്കെ എന്റെ അടുക്കലേക്ക് വരികയും എന്നെ കുളിപ്പിക്കാൻ പറയുകയും എന്റെ തല കഴുകിത്തരാൻ പറയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മടിയിലേക്ക് ചാരിയിരിക്കും. ഞാൻ ഹൈദുകാരിയാണ്, എന്റെ മടിയിൽ ചാരി കിടക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ചാരി കിടന്നുകൊണ്ടിട്ട് ഖുർആൻ, അങ്ങനെ ചാരി കടന്നുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുമായിരുന്നു. അതുപോലെ തന്നെ സഹീഹായ ഹദീസിൽ കാണാം, ഞാൻ ഹൈദുകാരിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ വായിൽ വെച്ച് കഴിച്ചതിന്റെ ബാക്കി ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. തങ്ങൾ ഞാൻ എൻ്റെ വാ കൊണ്ട് കടിക്കുകയും ചവയ്ക്കുകയും ചെയ്ത ഭാഗത്ത് തന്നെ കടിക്കുകയും ചവയ്ക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കുമായിരുന്നു. ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. വെള്ളം കുടിച്ചിട്ട് ഞാൻ എവിടെയാണോ വാ വെച്ച് വെള്ളം കുടിച്ചത് ആ ഭാഗം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. തങ്ങൾ ഞാൻ കുടിച്ചതിന്റെ ബാക്കി ഭാഗം കുടിക്കുമായിരുന്നു. മാത്രമല്ല, ഞാൻ എന്റെ ചുണ്ടും വായും എവിടെയാണോ വെച്ചത് അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുമായിരുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആ ഹൈദുമായി ബന്ധപ്പെട്ട ആർത്തവുമായി ബന്ധപ്പെട്ട മുഴുവൻ അനാചാരങ്ങളെയും എങ്ങനെയാണ് പ്രവൃത്തിപഥത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിച്ച് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ അതുകൊണ്ട് ഹൈദ് കാലഘട്ടങ്ങളിൽ അവരെ തനിച്ചാക്കുക അല്ലെങ്കിൽ അവരെ അകറ്റി മാറ്റുക എന്ന് പറയപ്പെടുന്നത് ക്രൂരതയാണ്. ഇന്നും പല മുസ്ലിം വീടുകളിലെ പല മുസ്ലിം സ്ത്രീകളും ഇത്തരം അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല, കൃഷിയിടങ്ങളിൽ അവർ പ്രവേശിക്കാൻ പാടില്ല, കൃഷി എടുക്കാൻ പാടില്ല, ഫലവർഗ്ഗങ്ങളിൽ തൊടാൻ പാടില്ല, ഭർത്താവും ഒരുമിച്ച് ബെഡിൽ കിടക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സ്ത്രീകളും വെച്ചു പുലർത്തുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബി വനിത വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എനിക്കും എന്റെ ഭർത്താവിനും പുതയ്ക്കാൻ ഒരു വിരിപ്പ് മാത്രമേ ഉള്ളൂ, പുതച്ചു കിടക്കാൻ ഒരു വിരിപ്പേ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഹൈദുകാരിയാകുമ്പോ എന്ത് ചെയ്യണം? ഞാൻ മാറിപ്പോയി എവിടെയെങ്കിലും പോകണോ, അതോ എന്റെ ഭർത്താവിനോടൊപ്പം എനിക്ക് കിടക്കാമോ? ഒരു വിരിപ്പിൽ പുതച്ചു കിടക്കാമോ?
ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ഹൈലുകാരിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ എന്നോടൊപ്പം ഒരേ വിരിപ്പിൽ എന്റെ ശരീരത്തോട് ചേർന്ന് കിടന്നിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിക്ക് ബാങ്ക് വിളിക്കപ്പെടുമ്പോ ദഖല ഇലൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുമായിരുന്നു. നിസ്കാരത്തിന് വേണ്ടി, നേതൃത്വം കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമായിരുന്നു. കണ്ടോ, ഒരുമിച്ചുള്ള കിടത്തം. പക്ഷേ ശാരീരിക ബന്ധം ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണ് എന്നുള്ളതാണ് ഈ ആയത്തിലൂടെയും അതുപോലെ തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെയും ആ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കി തന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വചനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി, വളരെ സയന്റിഫിക്കായും സൈക്കോളജിക്കലായിട്ടും വളരെയേറെ ചിന്തനീയമായ വചനമാണ്, ഇരുത്തി ചിന്തിപ്പിക്കുന്ന വചനമാണ്. അഥവാ ആർത്തവ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് എന്ന് പറയപ്പെടുന്നത് അകാരണമായി അവരനുഭവിക്കുന്ന ഒന്നാമത്തത് വേദന, ശാരീരികമായ വേദന, അവരുടെ ശരീരം ബലഹീനമാകുന്നു. രണ്ടാമത്തത് അവരിൽ അന്തർലീനമായി കിടക്കുന്ന കോപം പുറത്തേക്ക് വരുന്നു. പെട്ടെന്ന് അവർ കോപിക്കും, ടെൻഷനാണ്, കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് തന്റെ ഇണയെ സന്തോഷിപ്പിച്ച് സ്വാന്തനപ്പെടുത്തി പരിഗണന കൊടുത്ത് സ്നേഹത്തോടെ പരിലാളനയോടെ കൂടെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ആദർശമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ സമയത്ത് അവരെ ഒറ്റപ്പെടുത്തി അവരെ മറ്റൊരു ഭാഗത്തിലേക്കാക്കി അവരെ തീണ്ടലും തൊടിയിലുമാക്കി അവർ വെറും നെജിസാണ്, ആ സമയത്ത് അഴുക്കാണ്, നെജിസാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവരെ ഒറ്റപ്പെടുത്തലല്ല. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. فَإِذَا تَطَهَّرْنَ فَأْتُوهُنَّ مِنْ حَيْثُ أَمَرَكُمُ اللَّهُ. ഇനി അവർ കുളിച്ചു ശുദ്ധമായി ശാരീരിക ശുദ്ധി വരുത്തിയെങ്കിൽ ഈ പറയപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒപ്പം അവരുമായിട്ടുള്ള ശാരീരിക ബന്ധവും അള്ളാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന. അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഏറെ സ്നേഹിക്കുന്നു. പശ്ചാത്തപിക്കുന്ന ആളുകളെ അവരോട് വലിയ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്ന ആളുകളോട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാ, വലിയ സ്നേഹമാ അവരോട്. മാത്രമല്ല വയുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുദ്ധി വരുത്തുന്ന ആളുകളോടും ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ നന്മ പാലിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മുതഹിരീങ്ങളായ ആളുകളെയും പരിശുദ്ധരായ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുതത്വഹിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കാര്യം മനസ്സിലായോ? ഞാൻ പിന്നെ ഇവിടെ ഈ പിള്ളേരും ചെറുപ്പക്കാരൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ കാര്യം വിശദമായിട്ട് പറയാനോ. അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് കൂടുതലൊക്കെ പറയാനുണ്ട്. ഹദീസുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഹദീസിലുണ്ട്, ചിരിക്കൊന്നും വേണ്ട. പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പിന്നെ ഉസ്താദ് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് പള്ളിക്കാർക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും പൊതിഞ്ഞ് ഞാൻ പറഞ്ഞത്. അപ്പൊ മതിയായല്ലോ, മനസ്സിലാച്ചാ? മാഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله
يحب التوابين ويحب المتطهرين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.